ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ഞാൻ ഈ ആഴ്ച പവർ തോട്ട്സ് എന്നൊരു സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ചില കാര്യങ്ങൾ നാം ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അവ നമ്മെ ബലഹീനമായ ഒരു ജീവിതത്തെക്കാൾ ശക്തമായ ജീവിതം നയിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. വേദപുസ്തകം പറയുന്നു, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതുപ്രകാരം നാം ആകും എന്ന്. അതിനാൽ ചിന്തകളെക്കുറിച്ച് ശ്രദ്ധിക്കണം. 2 കൊരിന്ത്യർ 10:4-5 പറയുന്നു, പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, രക്തവും മാംസവുമല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി എന്ന് പറയുന്നു. വചനം എന്താണ് പറയുന്നത്? നമ്മളൊരു പോരാട്ടത്തിലാണെന്നാണ്. മനസ്സൊരു യുദ്ധക്കളമാണ്. നമ്മുടെ പക്കലുള്ള ആയുധങ്ങളോ അവ ജഡീകമായ ആയുധങ്ങളല്ല, അവ മനസ്സിന്റെ കോട്ടകൾ ഇടിച്ചു തകർക്കാൻ പര്യാപ്തമായ ആത്മീക ആയുധങ്ങളാണ്. പിന്നീട് ഇതിൽ പറയുന്നു, നമ്മൾ ഏത് തെറ്റായ വിചാരത്തെയും തെറ്റായ സങ്കല്പങ്ങളെയും എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയണമെന്ന്. ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ, അത്തരം തെറ്റായ ചിന്തകൾ തകർക്കേണ്ടത് നമ്മുടെ കടമയാണ്. യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നാം അവയെ പിടിച്ചടക്കണം എന്നിവിടെ പറയുന്നു. നമ്മൾ അലസരാവരുത്. തെറ്റായ ചിന്തകൾ വരാൻ പാടില്ലെന്ന് നാം ആഗ്രഹിക്കരുത്. തെറ്റായ ചിന്തകൾ വരില്ലെന്നും പ്രത്യാശിക്കാനാവില്ല. തെറ്റായ ചിന്തകളിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തെങ്കിലും മായശക്തിയുള്ള സന്ദേശങ്ങൾ ലഭിക്കാനായി കാത്തിരിക്കാനും ആവില്ല. സത്യം എന്താണെന്ന് നാം പഠിക്കണം. ദൈവവചനവുമായി പൊരുത്തപ്പെടാത്ത ചിന്തകളാണ് നാം ചിന്തിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന സമയത്ത് അത്തരം ചിന്തകൾ നാം അവസാനിപ്പിക്കണം. എന്നിട്ട് അത്തരം ചിന്തകളുടെ കുടുക്കുകളെ യേശുവിങ്കലേക്ക് കൊണ്ടുവരിക. തെറ്റായ ചിന്തകൾ ഉപേക്ഷിക്കുക. എന്നിട്ട് വേറെന്തെങ്കിലും നല്ലത് ചിന്തിക്കാൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തെറ്റായ ചിന്തകൾ വലിച്ചെറിഞ്ഞ് നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കാതിരുന്നാൽ നിങ്ങളുടെ കൈകളിൽ പോരാട്ടമുണ്ടായിരിക്കും. കാരണം ശൂന്യസ്ഥലം സാത്താന്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും ജീവിതയാത്രയിൽ എല്ലാം നിസ്സാരമാക്കി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നടക്കുമ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തെ സാത്താൻ പിടിച്ചടക്കി നിങ്ങളുടെ തലച്ചോറിനകത്ത് മാലിന്യങ്ങൾ നിറയ്ക്കാൻ തുടങ്ങുന്നത്. അത് തികച്ചും അത്ഭുതാവഹമാണ്. സമയത്തിന് മുൻപ് ശരിയായി ചിന്തിച്ചാൽ പരീക്ഷകൾ കൈകാര്യം ചെയ്യാൻ നാം തയ്യാറാകും എന്ന് എനിക്ക് നല്ല ഉറപ്പായ വിശ്വാസമുണ്ട്. കൊലോസ്യർ 3:2 പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം തന്നെയാണ്. അതായത് സമയത്തിന് മുൻപ് മനസ്സ് ദൃഢമാക്കിയാൽ ജീവിതത്തിൽ കടന്നു വരുന്ന വിവിധ പരിതസ്ഥിതികളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ ശക്തമായ 7 ചിന്തകൾ പൂർത്തിയാക്കി. ഇന്ന് നാം സീരീസിലെ അവസാനത്തെ 3 പൂർത്തിയാക്കും. നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തോടൊത്ത് ഞാൻ ശരിയായി നിൽക്കുന്നു. ഭയത്തിന് മുന്നിൽ ഞാൻ തലകുനിക്കില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും നല്ല മനോഭാവം പുലർത്തും. ഞാൻ ദൈവത്തെ ശരിയായി അനുസരിക്കും. വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കില്ല. ഞാൻ ഉദാര മനസ്കനാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും. ഇനി ഈ വിഷയങ്ങളെക്കുറിച്ച് ആരെങ്കിലും തീഷ്ണതയോടെ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നവർ ഒന്ന് കൈപൊക്കി കാണിക്കൂ. ഓക്കെ, കൊള്ളാമല്ലോ. പക്ഷേ ഈ മുറിയിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. അമ്മയെ നോക്കൂ. നിങ്ങൾ ഗൃഹപാഠം ശരിയായി ചെയ്യാഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും മെച്ചപ്പെടുന്നതല്ല. ആമേൻ. എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെ കേട്ടാൽ മാത്രം മെച്ചമുണ്ടാവുകയില്ല. ഇവയെല്ലാം ഒരു കടലാസിൽ എഴുതി വെച്ച്
നിങ്ങളുടെ മുന്നിൽ വെക്കണം. എന്നിട്ടത് വായിക്കുക. പിന്നീട് അത് ഉറക്കെ പറയുക. അപ്പോൾ താമസിയാതെ ഇത് മനസ്സിലാവും. കടലാസിൽ എഴുതിയത് നോക്കാതെ ധ്യാനിക്കാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ തീഷ്ണതയുള്ളവരായിരിക്കുവിൻ. ജോയ്സ് മേയറുടെ സെമിനാറിന് വന്ന് ടീഷർട്ട് വാങ്ങി, CD വാങ്ങി എന്നെല്ലാം സ്വയം അഹങ്കരിക്കാൻ പാടില്ല. അതൊട്ടും ശരിയല്ല. വാ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാവണം. എന്നാൽ വീട്ടിൽ പോയി വ്യത്യസ്തമായി ചിന്തിച്ച് ജീവിതം മാറുമെന്ന് കരുതുകയാണെങ്കിൽ, 8ാമത്തേത് ഇതാണ്: എന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഞാനും പെരുമാറും. ദിവസവും 25 പ്രാവശ്യം ഇത് ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ എന്താണ് ഉണ്ടാവുക? എന്നോട് മറ്റുള്ളവർ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവരോടും പെരുമാറും. ഞാൻ ആഗ്രഹിക്കുന്ന പെരുമാറ്റം തന്നെ മറ്റുള്ളവരോടും കാണിക്കും. മറ്റുള്ളവരെ ഞാൻ ബഹുമാനിക്കും. ഞാൻ ബഹുമാനം ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാനും അവരോട് നന്നായി പെരുമാറും. ജനങ്ങൾ എന്നോട് ക്ഷമ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും അവരോട് ക്ഷമ കാണിക്കും. ജനങ്ങൾ എൻ്റെ അടുത്ത് കൂട്ടുകൂടണം. ഞാനും അവരോട് കൂട്ടുകൂടും. മത്തായി 7 വായിക്കാം. മത്തായി 7:12 പറയുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നത് ഇത് തന്നെ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ. യേശു പറയുന്നു 12 കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 13ാമത്തേതും ചെയ്യണമെന്ന്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. വീതിയുള്ള പാതയിൽ ജഡീകമായ പെരുമാറ്റങ്ങൾക്ക് വേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. വിശാലമായ പാതയിൽ ഒരു പെട്ടി നിറയെ ജഡീകതയും കൊണ്ട് നിങ്ങൾക്ക് പോകാം. പക്ഷേ ആ പാത നാശത്തിലേക്കാണെന്നത് ഓർമ്മയുണ്ടായിരിക്കണം. അതിലൂടെ ധാരാളം പേർ യാത്ര ചെയ്യും. കൂടെ പോകാൻ പലരും ഉണ്ടായിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അവരിങ്ങനെ പെരുമാറി, അങ്ങനെ പെരുമാറി, ഇങ്ങനെ പെരുമാറി, അങ്ങനെ പെരുമാറി എന്നൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ യേശു ആ പാതയിൽ ഉണ്ടായിരിക്കില്ല. ഇടുങ്ങിയ പാതയിൽ ജഡീക കാര്യങ്ങൾക്ക് ഒരിക്കലും അവസരങ്ങൾ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ ഒഴിഞ്ഞ പാതയായിരിക്കും. എന്നാൽ അതാണ് യേശു നടക്കുന്ന പാത. ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവിൻ. പിന്നീട് 14ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ പറയുന്നതാണ് സുരക്ഷ എന്ന് എനിക്ക് തോന്നുന്നു. തങ്ങളെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കോടാനുകോടി ജനങ്ങളിൽ എത്ര പേരാണ് യഥാർത്ഥമായി അങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ അതിശയിച്ചു പോകാറുണ്ട് പലപ്പോഴും. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥതയുള്ള, യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികളെയാണ്, കൃത്രിമത്വമുള്ളവരെ അല്ല. ആമേൻ. ഇവയ്ക്കെല്ലാം അപ്പുറം ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജോയ്സ്, എനിക്ക് ഇനിയും കുറെ പഠിക്കാനുണ്ട്, കുറെ പ്രവർത്തിക്കാനുണ്ട്, അതിനെക്കുറിച്ച് ചിലപ്പോൾ ആശയക്കുഴപ്പം തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടം വിടുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഒരു കാര്യമെങ്കിലും എനിക്ക് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞുതരാം. അത് 1 പത്രോസ് 4-ാം അധ്യായം 8-ാം വാക്യമാണ്. എല്ലാറ്റിനുമുപരി, ഇത് കണ്ടില്ലേ, ഇതാണ് ആ ഒരു കാര്യം. സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു. മറ്റുള്ളവരുടെ നീരസവും അപമര്യാദയും ക്ഷമിക്കാൻ സ്നേഹത്തിന് കഴിയും. നമുക്കൊന്ന് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് എല്ലാവരോടും ക്ഷമിക്കുക. കാരണം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ധാരാളം ക്ഷമ ആവശ്യമാണ്. കഠിനഹൃദയരാവരുത്. അളവിലധികം തികവുള്ളവരായിരിക്കാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആരെങ്കിലും പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ദേഷ്യപ്പെടുന്നു. ദയ കാണിക്കൂ. മനുഷ്യരാവാനായി ജനങ്ങൾക്ക് അല്പം സ്ഥലം കൊടുക്കൂ. കാരണം നമുക്കെല്ലാം കരുണ ആവശ്യമാണ്, നമുക്കെല്ലാം ക്ഷമയും ആവശ്യമാണ്. ജനങ്ങൾ ഉദാരമനസ്കരാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. സാരമില്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഈ മനോഭാവം നമുക്കുണ്ടാവണം. എല്ലാറ്റിനുമുപരിയായി തീഷ്ണതയുള്ള ചുട്ടുപഴുത്ത സ്നേഹം തമ്മിൽ കാണിപ്പിൻ. സ്നേഹം അനേകം പാപങ്ങളെ മൂടുന്നു. യേശു പറഞ്ഞു, ഒരു പുതിയ നിയമം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം കൊണ്ടുപോകേണ്ടേ? ഞാനൊരു പുതിയ നിയമം നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പിൻ. ഇതിൽ എല്ലാ പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയും. സ്നേഹമാണ് ശിഷ്യന്മാരുടെ തെളിവ്.
ഇതാണ് ക്രിസ്ത്യാനി എന്നതിൻ്റെ അടയാളം. ഞാൻ ചുറ്റുപാട് നോക്കുമ്പോൾ ചിലരുടെ വസ്ത്രങ്ങളിൽ ഒരു ബ്രാൻഡിൻ്റെ പേര് പെട്ടെന്ന് കണ്ടുപിടിച്ചു. ചിലത് കൊക്കോ കോളയുടെയോ പെപ്സി കോളയുടെയോ മറ്റേതിൻ്റെയെങ്കിലുമോ അടയാളമായിരിക്കാം, വ്യത്യസ്തമായത്. ശരി, ക്രിസ്ത്യാനികളായ നമ്മുടെ യഥാർത്ഥ അടയാളം ചുട്ടുപഴുത്ത സ്നേഹത്തിൻ്റെ നടത്തമാണ്. സ്നേഹത്തിലുള്ള നടത്തം. മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതിൽ ബിസിയായ ഒരാൾ, ആത്മാവിൻ്റെ ഫലത്തിൽ നടക്കുന്ന ഒരാൾ, ജനങ്ങളോട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നോ അതുപോലെ പെരുമാറുന്ന ഒരാൾ, സഹൃദയൻ. ഇങ്ങനെ പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. ഇവയൊന്നും പഠിക്കാൻ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ചില പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഏതൊക്കെ നിയമങ്ങളാണ് കഠിനമായത്, ഏതൊക്കെയാണ് ലളിതം എന്ന് ചോദിക്കുകയുണ്ടായി. ഏതാണ് കഠിനമായത്, ഏതാണ് ലളിതമായത്? ഞങ്ങൾക്കൊരു പ്രയാസമുള്ള വാക്ക് തരണം. ശരി, നിങ്ങൾക്ക് ആഴമുള്ള ഭാരമുള്ള വാക്കാണോ വേണ്ടത്? യേശു പറഞ്ഞു, ശരി, ഇതാ എനിക്ക് നൽകാവുന്ന ഏറ്റവും ഭാരമുള്ള വാക്ക്, പഠിപ്പിക്കാനാവുന്ന ഏറ്റവും ആഴമുള്ളത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക, അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഈ 10 കൽപ്പനകളിൽ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ആ നിയമം. മറ്റെന്തിനേക്കാളും ഉപരി ജനങ്ങളോട് ശരിയായി പെരുമാറാൻ പഠിക്കുക. ഇതെൻ്റെ ജീവിതത്തെ മാറ്റിയിരിക്കുന്നു. ജനങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ പലപ്പോഴും വളരെ സ്വാർത്ഥരാണ്. അത് നമ്മിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. എൻ്റെ കാര്യമോ, എൻ്റെ കാര്യമോ, എൻ്റെ കാര്യമോ, എൻ്റെ കാര്യമോ, എൻ്റെ കാര്യമോ. അങ്ങനെയല്ല ദൈവം നാം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ശരിക്കും ചിന്തിക്കണം. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ചിന്തിക്കൂ. ഞാൻ ഇന്ന് രാവിലെ അത് ചെയ്തു. ഞാനിരുന്ന് ആലോചിച്ചു, ദൈവമേ, ഇന്ന് എനിക്ക് ആരെങ്കിലും അനുഗ്രഹിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ പ്രസംഗം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണമെന്നല്ല. എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എൻ്റെ ചെറിയ സ്ഥാനത്ത് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് പ്രകാരം ഞാൻ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കണം. ശരി ദൈവമേ, എനിക്കിന്ന് ആരെങ്കിലും അനുഗ്രഹിക്കണം. ഇന്ന് ആരെയാണ് അനുഗ്രഹിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. 30 സെക്കൻഡ്സ് ഞാൻ ചിന്തിച്ചു. ദൈവം എനിക്കൊരു കാര്യം കാണിച്ചു. ആരെങ്കിലും അനുഗ്രഹിക്കാൻ പറ്റിയത്, ആരെയെങ്കിലും. ദൈവം പറഞ്ഞു, നീ അവരെ അനുഗ്രഹിച്ചാൽ അത് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രോത്സാഹനം തന്നെയായിരിക്കും. നീ അവരെ അനുമോദിക്കുന്നു എന്ന് പറയണം. ശരി, സ്തോത്രം ദൈവമേ. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതെൻ്റെ തലച്ചോറിൽ തോന്നിയതല്ല, അതെൻ്റെ തലച്ചോറിൽ കയറിയതുമല്ല. ഞാൻ അതിനായി അന്വേഷിച്ചു. അത് ചിന്തയുടെ ഫലമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കരുതിക്കൂട്ടി ചിന്തിച്ചുകൊണ്ടേയിരിക്കുവിൻ. 3 ദൂതന്മാർ മുന്നിൽ വന്ന് നിന്ന് 2 പേർ കാഹളമൂതി, 4 പേർ പ്രവചനം നൽകി, പിന്നീട് 5 പേർ അത് സ്ഥിരീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നവരാകാൻ പാടില്ല. ദൈവമേ, ഇത് ശരിക്കും നീ തന്നെ തോന്നിച്ചതാണോ? മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലാണ് സ്നേഹം കാണുക. വേദപുസ്തകം പറയുന്നു, നമ്മുടെ പദവികൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. നിങ്ങൾക്കുള്ളതുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റൂ. ധനം കൊണ്ടൊരു ഉദ്ദേശമുണ്ടായിരിക്കണം. കൂടുതൽ കൂടുതൽ സ്വരൂപിക്കാനായി ധനം വേണം എന്ന് പ്രാർത്ഥിക്കരുത്. എന്നാൽ നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഒരു നല്ല ഭാഗം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനായി സഹായിക്കേണ്ടതാണ്. കാണിക്ക സഞ്ചിയിൽ നിക്ഷേപിക്കുന്നതോടെ അവസാനിപ്പിക്കരുത്. ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യും. കൂടെ ജോലി ചെയ്യുന്നവർക്ക്, കുടുംബത്തിലുള്ളവർക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇഷ്ടം തോന്നാത്തവർക്ക്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും ശക്തിയുള്ള സമ്മാനം. സ്നേഹം സ്വയം ത്യാഗം ചെയ്യലാണ്. സ്നേഹത്തിൽ നടക്കാൻ എപ്പോഴും എന്തെങ്കിലും വില കൊടുക്കണം. അതുകൊണ്ടാണ് ജനങ്ങൾ അവർക്ക് ചെയ്യാവുന്നതിലും ഉപരി ഒന്നും ചെയ്യാത്തത്. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ബലപ്പെടുത്തുമെന്ന്. നമുക്ക് അച്ചടക്കം ഉണ്ടാവാൻ അത് സഹായിക്കും. കാരണം നാം ജനങ്ങളെ സ്നേഹിക്കുന്നു. അവരോട് നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ നാം പറയാറില്ല. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നാം നിരസിക്കാൻ പാടില്ല. സ്നേഹം അനേകായിരം പാപങ്ങളെ മൂടിമറയ്ക്കുന്നു. അത് പാപങ്ങളെ പുറത്തറിയിക്കാതെ മറയ്ക്കുന്നു. യേശു നമ്മെ സ്നേഹത്തിലൂടെ ജീവിക്കാൻ വിളിച്ചിരിക്കുന്നു. അതൊരു ദൈവിക ഫലമാണ്. ദൈവത്തിൽ നിന്ന് അതുണ്ടാവുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹം
ദൈവം വസിക്കുന്നിടത്തുണ്ടാവും. ദൈവസന്നിധിയിൽ സ്നേഹത്തിൽ കൂടുതൽ നടക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എൻ്റെ കൂടെ 1 യോഹന്നാൻ 4 എടുക്കൂ. സത്യം പറഞ്ഞാൽ ഞാൻ ദൈവ സാന്നിധ്യം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായി. ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു. അത് ധാരാളം വായിച്ചു. ചിലപ്പോൾ നമുക്ക് കൂടുതൽ ആത്മീയത തോന്നും. ദൈവ സാന്നിധ്യത്തിൽ നടക്കാൻ ശ്രമിക്കും. നമ്മൾ മുറിക്കകത്ത് കയറും. എന്നിട്ട് നിങ്ങൾക്കറിയാമോ, എൻ്റെ ജീവിതത്തെ മാറ്റുന്ന ഒന്ന് ഞാൻ കണ്ടുപിടിച്ചു. 1 യോഹന്നാൻ 4:12, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവൻ്റേത് മാത്രമായ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു, മുഴുവനായിരിക്കുന്നു. തികവോടെ അത് ഓടും, അത് നമ്മിൽ നിറഞ്ഞിരിക്കും. ഇവിടെ അയാൾ പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം വസിക്കുന്നു, ദൈവം അവിടെ ഉണ്ട്. നിങ്ങൾ ആരെയെങ്കിലും എപ്പോൾ സ്നേഹിച്ചാലും അതവരെ പ്രോത്സാഹിപ്പിക്കാനോ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും ക്ഷമിക്കാനോ ആണെങ്കിലും അവിടെ ദൈവമുണ്ട്. നിങ്ങൾക്ക് ദൈവസാന്നിധ്യത്തിൽ നടക്കണമെന്നുണ്ടോ? ചുട്ടുപഴുത്ത ഇളകി മറിഞ്ഞ സ്നേഹത്തിൽ നടക്കൂ. കാരണം ഓരോ പ്രാവശ്യം നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും സ്നേഹപ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം അവിടെ ഉണ്ടാവും. അതാണ് ദൈവം മുന്നിൽ ജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ദൈവം മുന്നിൽ നടക്കുന്നതിന് ഒരു ആത്മീക ഭാഗം കൂടിയുണ്ട്. നാം പലപ്പോഴും നിശബ്ദരായിരുന്ന് ദൈവ സാന്നിധ്യം ആനന്ദിക്കും. എന്നാൽ നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ മുഴുകണമെങ്കിൽ പ്രവർത്തനത്തിനായി നമ്മെ ഒരുക്കണം. എന്നിട്ട് ആ സ്നേഹവും നാം അനുഭവിച്ച ദൈവ സാന്നിധ്യവും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിക്കുക. ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തെങ്കിലും ചെയ്യുക, അല്ലാതെ മികച്ച ആത്മീയതയോടെ ഒരിടത്ത് വെറുതെ ഇരിക്കുകയല്ല. നാം അത് ഉറപ്പാക്കണം. നമ്മുടെ വിശ്വാസം കൊണ്ട് നാം പ്രാവർത്തികമായി ചില നല്ലത് ചെയ്യുന്നു. സൂപ്പർ സ്പിരിച്വൽ ആണെന്ന് സ്വയം നടിച്ച് എല്ലാറ്റിനെയും അവഗണിക്കുകയല്ല വേണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് നിറവേറ്റി കൊടുത്തുകൂടെ നിങ്ങൾക്ക്? സ്നേഹമുള്ളിടത്ത് ദൈവം വസിക്കുന്നു. ആവശ്യങ്ങൾ കണ്ടറിയുക. ജനങ്ങൾ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ അവരെ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. നിങ്ങൾ അവരെ കേൾക്കുമ്പോൾ സ്നേഹിക്കപ്പെടുന്നതായി അവർക്ക് തോന്നും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ബ്രൈറ്റൺ കമ്പനിയുടെ എന്തും അവൾക്ക് വളരെ ഇഷ്ടമാണെന്ന്. അത് പേഴ്സുകളും ഷൂസും കീ ചെയിൻസും അതുപോലെ സൺഗ്ലാസസും ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറാണ്. ഞാൻ അവൾ പറഞ്ഞത് കേട്ടു. കാരണം പറയുന്നത് കേൾക്കാൻ ഞാൻ പരിശീലിച്ചിരുന്നു. ജനങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അറിയാൻ എനിക്ക് ഇഷ്ടമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെന്ന് പറയരുത്. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുന്നില്ലെന്നർത്ഥം. കാരണം ജനങ്ങൾ അവരുടെ ആവശ്യം നിങ്ങളോട് പറയും, നിങ്ങൾ അത് കേൾക്കണം. ഞാൻ ഒരാളോട് അവൾക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവൾക്കൊരു കുറിപ്പും കൂടി എഴുതി അവളുടെ കഠിനാധ്വാനത്തെ പ്രശംസിച്ചുകൊണ്ട്. അത് കണ്ട് അവൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഗിഫ്റ്റ് വൗച്ചർ അല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടെന്നതും എന്നെ ഓർമ്മിച്ചു എന്നതുമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഞാൻ ലോകമെങ്ങുമുള്ളവരെ വെല്ലുവിളിക്കാറുണ്ട്. ഇന്ന് നിങ്ങളെയും വെല്ലുവിളിക്കുന്നു. ഞാനിതെൻ്റെ ഓരോ കോൺഫറൻസിലും ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ദൈവമുന്നിൽ നിങ്ങളൊരു ഉടമ്പടി എടുക്കണം. ഹൃദയത്തിൽ ആത്മാർത്ഥതയോടെ ചിന്തിക്കണം. കുറഞ്ഞത് ഒരു ദിവസം ആർക്കെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്യണം. ഇതുപോലെ ഒരു ദിവസം ഒരേ ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് എത്ര പേർ ഉടമ്പടി ചെയ്യും? ഇത് വളരെ എളുപ്പമുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമായി. പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ലോകത്തിൽ ജനങ്ങൾ വിശാലമനസ്കരല്ലെന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നവരെ കടന്ന് അപരിചിതർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കുക. അറിയാവുന്നവരെ കടന്ന് അപരിചിതർക്ക് വേണ്ടി ചെയ്യുക.
ഞാനൊരിക്കൽ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ ഇയറിങ്സിൻ്റെ ബില്ലടയ്ക്കാൻ ദൈവം പറഞ്ഞു. ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിയുകയില്ല. ഞാൻ കരുതി ഇവൾക്ക് കിറുക്കാണ്. പക്ഷേ അതോടെ ഞാൻ ശാന്തമായില്ല. ഒടുവിൽ ഞാൻ അവളുടെ അടുത്ത് ചെന്ന്, എൻ്റെ കയ്യിൽ $50 നോട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നോക്കൂ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, നിന്നെ ഇന്ന് അനുഗ്രഹിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിയണം. ഇതാ ആ ഇയറിങ്ങിൻ്റെ ബില്ലടച്ചേക്ക്. എന്നിട്ട് ഞാൻ ഉടനെ അവിടെ നിന്ന് മാറി. കാരണം എനിക്ക് കിറുക്കാണെന്ന് അവൾ കരുതിയാലോ, അതുകൊണ്ട് പോയി. പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു, ഞാൻ ആരാണെന്ന് അറിയുന്ന ഒരാളുടെ കൂടെ സംസാരിക്കുകയായിരുന്നു. അയാൾ എൻ്റെ പ്രോഗ്രാം ടി വിയിൽ കാണാറുള്ളതാണ്. ഈ സ്ത്രീക്ക് ഒരു അയൽക്കാരനുണ്ടായിരുന്നു. അവർ ഒരു ദിവസം എന്നെ കളിയാക്കിക്കൊണ്ട് എന്തോ പറഞ്ഞു. ഈ സ്ത്രീയെ ടി വിയിൽ കാണണം, ഈ പുരോഹിതന്മാരൊക്കെ നമ്മുടെ പണം അപഹരിക്കുന്ന കൂട്ടരാണ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, അല്ല, ഈ സ്ത്രീ യഥാർത്ഥമാണ്. അവരെന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. എന്നിട്ട് അവൾ ഞാൻ ഇയറിങ്സ് വാങ്ങിക്കൊടുത്ത സംഭവം പറഞ്ഞു എന്ന്. അന്ന് മുതൽ അയാളും പ്രോഗ്രാം കണ്ടു, രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥവത്തല്ലെന്ന് തോന്നുന്ന, നിങ്ങളെ നാണം കെടുത്തുന്ന എന്തെങ്കിലും ചെയ്യാൻ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുകയാവാം. ജനങ്ങൾ എന്ത് കരുതുമെന്നാണ് നമ്മുടെ ചിന്ത. ഞാനൊന്നു പറയട്ടെ, ആരും തങ്ങൾക്കായി ഒന്നും ചെയ്യാനില്ലാത്ത എത്രയോ പേർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അതറിയാമോ? എന്നോട് പലരും പറയാറുള്ളതാണ്, എനിക്കാരും ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ആരും തന്നെ. എന്നാൽ അതേസമയം പെട്ടെന്ന് ദൈവത്തെ അനുസരിക്കാൻ ഞാൻ കൂട്ടാക്കാത്ത സന്ദർഭങ്ങളുമുണ്ട്. പിന്നീട് അതിൽ ഖേദിക്കും. ഒരിക്കൽ ഒരു ഡിസ്കൗണ്ട് സെയിലിന് ഷൂ കടയിൽ കയറി. എൻ്റെ മുന്നിൽ ഒരു സ്ത്രീ കയ്യിൽ നിറയെ ഷൂസുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഷൂസിൻ്റെ പണം അടയ്ക്കാൻ ദൈവം പറയുന്നതായി എനിക്ക് തോന്നി. നിങ്ങൾ ചെയ്യുന്ന പോലെ ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു. എനിക്ക് ഭ്രാന്താണെന്ന് അവർ കരുതിയാൽ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാതെ മുന്നോട്ട് നീങ്ങി. അവർ ഏകദേശം ചെക്കൗട്ട് ലൈനിൽ എത്താറായിരുന്നു. കൗണ്ടറിലുള്ളവർ ബില്ല് ഇട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഷൂസിന് ബില്ലിട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാറ്റിനും കൂടി അടയ്ക്കാൻ മാത്രമുള്ള പണം അവരുടെ കയ്യിലില്ലായിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവരുടെ മുന്നിൽ എനിക്ക് നാണം കെടാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ മുന്നിൽ എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. കാരണം ഞാൻ ദൈവത്തെ അനുസരിച്ചില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ദൈവത്തെ 100% അനുസരിക്കാറില്ല. എന്നാലും ഇന്നത് നേരെയാക്കി കൊടുത്തതിന് നന്ദി. ജനങ്ങൾക്ക് വേണ്ടി ദൈവം ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്യണം. സ്നേഹത്തെക്കുറിച്ച് നാം എന്ത് ചിന്തിക്കുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, നമുക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരുതരം അനുഭവമല്ല സ്നേഹമെന്ന് പറയുന്നത്. എൻ്റെ ഭർത്താവിനെ 40 വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികമായി ഇന്ന് ഞാൻ സ്നേഹിക്കുന്നു. അതിലൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പുറത്തേക്ക് ചാടി വരാറുമില്ല. ഓ എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ദൈവം എഴുന്നേറ്റിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അത് നല്ലതാണ്, നല്ലൊരു അനുഭവമാണ്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. അതല്ല സ്നേഹം. സ്നേഹം അതിനേക്കാൾ ആഴമുള്ള ഒന്നാണ്. സ്നേഹം നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിക്കും. ദൈവം സ്നേഹിക്കാൻ പറഞ്ഞതുകൊണ്ട് സ്നേഹിക്കുന്നതായി നാം കരുതും. അത് പതിവായി നമ്മിൽ വീണുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് കരുതുന്നു. ബൈബിളിൽ യോഹന്നാൻ 14 അവൻ നമുക്ക് സമാധാനം വിട്ടേച്ചുപോയി, ആ സമാധാനം നമ്മിൽ ജീവിക്കാൻ അനുവദിക്കേണ്ടത് നാം ആണെന്ന് പറയുന്നു. എൻ്റെ ചിന്തകൾ പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിക്കണം. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.